ഈ ലോകത്തിൽ പ്രഗത്ഭരെന്ന് പറയാൻ കഴിയുന്ന അനേകർ ജീവിച്ചിരുന്നു. പല കാര്യങ്ങളും ഇന്ന രീതിയിൽ ചെയ്താൽ നല്ലതാണ് എന്ന് പറഞ്ഞ് അവരുടെ ആശയങ്ങളും അവരുടെ ഉപദേശങ്ങളും എല്ലാം അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഇന്നതുപോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് നമ്മെ വഴി നടത്തുക മാത്രമല്ല, ഇന്നും നമ്മെ സഹായിപ്പാൻ, നമ്മോട് കൂടെ ഇരിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവിക പദ്ധതികളെക്കുറിച്ച് ഉപദേശിക്കുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ അവൻ നമുക്ക് അത് തെളിയിച്ചു തന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്തുണ്ടായിരുന്ന പലർക്കും യേശുക്രിസ്തുവിന്റെ ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സായില്ല എന്ന് മാത്രമല്ല, ഏതു വിധേനയും ഈ ഉപദേശത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന ആഗ്രഹത്തോടെ പലതും പ്രവർത്തിച്ചുവെങ്കിലും ഇന്നും യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്നേഹം സകല ജനവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഞാനിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മരിച്ചു മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഇന്ന് നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ, നമ്മുടെ പ്രയാസ വിഷമ നിമിഷങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടല്ലേ, മറിച്ച് ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. എല്ലാ സാധ്യതകളും അസ്തമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യുവാൻ മതിയായവനാണ് എന്ന് മറന്നു പോകരുത്. സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയത്തില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ കാണുവാൻ തുടങ്ങും. അതെ, യേശുവിനെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ, യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ് എങ്കിൽ ഈ ജീവിതത്തിൽ ഒരു ശത്രുവിനും ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. പല കോടതികൾ മാറി മാറി ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു വിധിച്ചിട്ടും പാപമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമായി തീർന്നുവെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങൾക്കൊരു വിടുതലുണ്ട്, നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട്, ഈ ദൈവത്തോട് നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായി പിടിച്ചുകൊണ്ടുപോകുമ്പോ തന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന ശിഷ്യന്മാർ അത് കണ്ട് പേടിച്ച് യേശുവിൽ നിന്ന് ഓടിയകലുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അന്നത്തെ റോമൻ സാമ്രാജ്യം അവരെ കൊണ്ട് ആകുന്ന എല്ലാവിധത്തിലും യേശുക്രിസ്തു വീണ്ടും ഉയർക്കാതിരിക്കുവാൻ യേശുക്രിസ്തുവിനെ അടക്കിയ കല്ലറ ഭദ്രമാക്കിയെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകളുടെ നിവർത്തീകരണം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇന്നും തുറന്നു കിടക്കുന്ന കല്ലറ വിളിച്ചു പറയുന്നത് അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നതാ. അതെ, യേശുവിന്റെ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. പ്രിയ ദൈവത്തിലെ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. ശത്രുവായവൻ സകല ശക്തിയോടെ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശത്രുവിന്റെ തന്ത്രം ഒന്നും നടക്കുകയില്ല. ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ്. പലപ്പോഴും നാം ശിഷ്യന്മാരെ പോലെയാ. മുന്നിൽ കാണുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ പലതും നാം മറന്നു പോകുകയാണ്. ഇല്ല, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് വിചാരിച്ച് ഈ ദൈവത്തിൽ നിന്ന് നാം ഓടിയകലുകയാണ്. എന്നാൽ ഓടിയകന്ന ശിഷ്യന്മാരെ തേടി വന്ന യേശുക്രിസ്തുവിനെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അതെ, വിഷമിച്ച് തകർന്നുപോയ ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിക്കുന്നതും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം അവിടെ കാണുവാൻ കഴിയും. മനസ്സ് തകർന്ന ഒരു വ്യക്തിയെ കൊണ്ട് പലപ്പോഴും ദൈവിക പദ്ധതികൾ നടക്കുകയില്ല എന്നൊറ്റ കാരണത്താൽ മനസ്സ് തകർന്നവരുടെ അടുക്കലേക്ക് കടന്നു വന്ന് അവരുടെ മനസ്സിനെ ഉറപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുകയാണ് എങ്കിൽ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതേ പ്രിയ ദൈവത്തിലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകാം. കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ ഒറ്റപ്പെടുത്തിയേക്കാം. എന്നാലും നിങ്ങൾ ഭാരപ്പെടല്ല. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാതിലടച്ച് ഭയപ്പെട്ട് പേടിച്ച് കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു ക്രിസ്തു കടന്നു വരികയാണ്. അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറയുടെ കല്ല് ഉരുട്ടി നീക്കേണ്ട ആവശ്യമില്ലായിരുന്നു യേശുവിന് പുറത്തു വരുവാൻ. അങ്ങനെയെങ്കിൽ ആ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് എന്തിനു വേണ്ടിയാ ഉരുട്ടി മാറ്റിയത്? യേശു പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ജനമറിയാൻ
അറിയേണ്ടതിന് അവർ കടന്നു വന്ന് നോക്കുമ്പോൾ ആ കല്ലറയിൽ യേശുവിന്റെ ശരീരമില്ല എന്നും താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നും ജനം വിശ്വസിക്കേണ്ടതിനും കാണേണ്ടതിനുമാണ് ആ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതേ പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ താളടിയായി പോകാതിരിക്കുവാൻ, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് ഇന്നും ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ് എന്ന് മറന്നു പോകരുത്. അവൻ വാക്ക് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദൈവ ശബ്ദം കേട്ടിട്ടാണോ നാം മുന്നേറുന്നത്? അങ്ങനെയെങ്കിൽ ജീവിതയാത്രയിൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. ജീവിതയാത്രയിൽ ദൈവശബ്ദം കേൾക്കാതെ മുന്നേറുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ഈ നേടുന്നതൊന്നും പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടാത്ത നിമിഷങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല, നിത്യതയിലേക്ക് ഈ ദൈവ സാന്നിധ്യം നിങ്ങളെ ഒരുക്കുകയും ചെയ്യും. ഭാരപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ തോളത്ത് തട്ടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇല്ല, അവൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല. ഈ ദിവസങ്ങളിൽ ഈ യേശുവിന്റെ മുമ്പാകെ സകലതും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഈ ജനം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു. ഇവരുടെ അടുക്കൽ കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ ജനം അനുഭവിച്ചറിയട്ടെ. മുമ്പിൽ കാണുന്ന വിഷയങ്ങളെക്കാൾ ഉപരി കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇവർ രുചിച്ചറിയട്ടെ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, നിങ്ങൾ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. അതെ, ഈ യേശു ഇന്നും ജീവിക്കുന്നു. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.